ലത രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ മിൽക്ക് പൗഡർ ഉപയോഗിച്ചിട്ട് മിൽക്ക് പേട ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഒരു 2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് നെയ്യ് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അത് മിക്സിയിൽ പൊടിച്ചതാണ്, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് നല്ലപോലെ പഞ്ചസാരയും പാലും നെയ്യും നല്ലപോലെ മിക്സ് ആവുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. പിന്നെ ഇതെപ്പോഴും ചെറിയ ഫ്ലെയിം ആയിരിക്കണം വെക്കേണ്ടത്. തീരെ അതിൽ ഫ്ലെയിം കൂട്ടാനേ പാടില്ല. പിന്നീട് അതിലേക്ക് 1 കപ്പ് പാൽപ്പൊടി മിൽക്ക് പൗഡർ ആണ് എടുത്തിട്ടുള്ളത്. ഈ 1 കപ്പ് എടുത്തത് കുറച്ചായിട്ട് നമ്മൾ ചേർത്ത് നല്ലപോലെ കട്ടയൊന്നും പിടിക്കാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുമിച്ചിട്ടാൽ എല്ലാം കൂടി കട്ടയാവും. അപ്പോൾ അതുകൊണ്ടാണ് പറയേണ്ടത് കുറച്ചിട്ട് അത് മിക്സ് ആക്കിയതിന് ശേഷം ആണ് അടുത്തത് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി അത് കുറച്ച് അധികം സമയം നമ്മൾ അതിങ്ങനെ ഇളക്കിക്കൊണ്ട് ഇരിക്കേണ്ടി വരും. അപ്പോൾ ഒരു 5-6 മിനിറ്റൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ അത് ഇളക്കിയതിന് ശേഷം അതെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് ഒരുമിച്ച് കൂടി വരും. ആ സമയത്താണ് നമുക്ക് അത് അതിൻ്റെ പാകമായിട്ട് കിട്ടുന്നത്. അത് കണ്ട ഇപ്പം എല്ലാം കൂടി ഒരുമിച്ച് കൂടി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഏകദേശം അത് ആവാൻ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് നേരം കൂടി ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് ഒരു 5 മിനിറ്റ് അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യ് തേച്ചതിന് ശേഷം നമുക്കത് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ഏകദേശം ഒരേ രൂപത്തിൽ ആവണമെങ്കിൽ നമുക്കൊരു ചെറിയ സ്പൂൺ എടുത്തിട്ട് അതുകൊണ്ട് ഒരേ അളവിൽ ഉള്ള ഉണ്ടകളാക്കിയിട്ട് എടുക്കാം. ഇനി അത് ഓരോ ഉരുള എടുത്തിട്ട് നമുക്ക് ചെറിയതായിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് അത് കയ്യിൽ ഇതാക്കി അത് നല്ല വിള്ളലൊന്നും ഇല്ലാതെ ഉരുട്ടി എടുക്കാം. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ
ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓരോ ഉരുളയും അത് ഓരോ പേടയും അത് നല്ല ഷേപ്പാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ കുറച്ച് ബദാമോ പിസ്തയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല രുചിയേറിയ പാൽപ്പേട ഉണ്ടാക്കാം. അപ്പം നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും.